ഹലോ, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. ഷോർട്സ് ഒക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ല. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് ചിലപ്പോൾ ബോറടിച്ചിരിക്കും, പക്ഷേ ഇത് കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആൾക്കാരെ തിരിച്ചറിയാനും ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെക്കൊണ്ട് ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതല്ല ഏറ്റവും നല്ലത്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുറച്ച് സോഷ്യൽ മീഡിയയിൽ കുറച്ച് രോഗമുള്ള കുറച്ച് പേരെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയാണ്. ആണും പെണ്ണും. എന്നാലും ഞാനൊരു പെണ്ണായതുകൊണ്ട് എനിക്ക് കൂടുതലും ആണുങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത്. ഇങ്ങനത്തെ കുഴപ്പമുള്ളവരെ കുറിച്ച്, പെൺകുട്ടികളെ കുറിച്ച് എനിക്കറിയാവുന്ന പേഴ്സണലി ആരെങ്കിലും പറഞ്ഞറിയാവുന്നതും കണ്ടറിഞ്ഞിട്ടുള്ളതും ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അല്ലാണ്ട് ഇല്ലാത്ത കാര്യമൊന്നും ഉണ്ടാക്കി പറയുന്നില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെ കുറേ അതിനകത്ത് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് അയക്കാൻ പറ്റും, ഇങ്ങോട്ട് മറ്റുള്ളവർക്ക് അയക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് അതിലൂടെ തന്നെ ഒരുപാട് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ, സോഷ്യൽ മീഡിയയിലെ ബന്ധമാണ്, ഒരുപാട് പേര് പീഡിപ്പിച്ചു, അതാണ് തേങ്ങയാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ ഒരുപാട് ന്യൂസ് നമ്മളത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ മെസ്സേജ് അയക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് പേര് നമുക്കും മെസ്സേജ് അയക്കുന്നുണ്ട് അല്ലേ, നമ്മളും മെസ്സേജ് അയക്കുന്നുണ്ട് അല്ലേ. അതെ, മെസ്സേജ് അയക്കുന്നുണ്ടാവാം. എന്നാലും എനിക്ക് പേഴ്സണലി അറിയാവുന്നതുമായിട്ടും പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പറഞ്ഞറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അതായത് ഒരു കല്യാണം കഴിച്ചൊരു സ്ത്രീയായിട്ട് നമുക്ക് അപ്പം നമ്മൾ വിചാരിക്കും കല്യാണം കഴിച്ചല്ലേ എന്തൊക്കെയൊക്കെ ആരെ മെസ്സേജ് അയക്കാനാണ്. കല്യാണം കഴിക്കാത്ത പെൺപിള്ളേർക്കല്ലേ കൂടുതൽ മെസ്സേജ് അയക്കുന്ന ഒന്നുമല്ല. കല്യാണം കഴിച്ചവരെക്കാളും കൂടുതൽ ചിലപ്പോൾ കഴിക്കാത്തവർക്കായിരിക്കും വരുന്നത്. പക്ഷേ കഴിച്ചവർക്ക് കൂടുതൽ മെസ്സേജ് വരുന്നുണ്ട്. മെസ്സേജ് നല്ല ടൈപ്പ് വരുന്നുണ്ട്, ഫ്രണ്ട്സ് ആവാം അങ്ങനെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ളവരെ കുറിച്ചേ അല്ല ഞാൻ പറയുന്നത്. ഫ്രണ്ട്ഷിപ്പ് ഉദ്ദേശിച്ച് മെസ്സേജ് അയക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത്, ചില ഞരമ്പ് രോഗികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഇപ്പോൾ പേഴ്സണലി ഞാൻ മാരേജ് ചെയ്തതാണ്, കല്യാണം കഴിച്ചതാണ്. അപ്പോൾ എനിക്ക് വരുന്ന മെസ്സേജ് അല്ലെങ്കിൽ എൻ്റെ കല്യാണം കഴിച്ച ഫ്രണ്ട്സിന് വരുന്ന മെസ്സേജ് നമ്മൾ ഡിസ്കസ് ചെയ്യുമല്ലോ, ഫോൺ വിളിക്കുമ്പോഴായാലും ഡിസ്കസ് ചെയ്യുമല്ലോ. അങ്ങനെ വരുന്ന മെസ്സേജുകൾ പലതുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ ഹസ്ബൻഡായിട്ട് നിൽക്കുന്ന ഫോട്ടോസ്, കുട്ടികളായിട്ട് നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഇട്ടിട്ടുള്ളവരുണ്ട്. അല്ലാണ്ട് കല്യാണം കഴിച്ചതായിട്ടേ അറിയാത്ത അക്കൗണ്ട്സും ഉണ്ട്. അതിനെക്കുറിച്ചല്ല ഞാൻ പരാമർശിക്കുന്നത്. കഴിച്ചതായിട്ട് നമ്മുടെ കുട്ടികളും ഹസ്ബൻഡായിട്ട് നിൽക്കുന്ന ഫോട്ടോസ് ഉണ്ടായിട്ടും ചിലർ മെസ്സേജ് അയക്കും. എന്തുദ്ദേശത്തിൽ അങ്ങനെ മെസ്സേജ് അയക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? സാധാരണ ഫ്രണ്ട്ഷിപ്പ് നോക്കിയിട്ടാണെങ്കിൽ ഓക്കെ, നമുക്ക് കുറച്ച് സംസാരം കഴിയുമ്പോൾ അറിയാം അയാൾ നമുക്ക് ഫ്രണ്ടായിട്ടാണ് നമ്മൾ കാണുന്നത് എന്ന് അറിയാൻ പറ്റും. ചിലരുണ്ടല്ലോ ഫസ്റ്റിലെ തന്നെ ഹലോ അങ്ങനെ പറഞ്ഞ് മെസ്സേജ് അയച്ച് തുടങ്ങുന്നവരാണ്. ആദ്യത്തെ ചോദ്യം ഹലോ, എവിടെയാണ് സ്ഥലം, എന്ത് ചെയ്യുന്നു, വീട്ടിലാരൊക്കെ ഉണ്ട്, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു, അങ്ങനെ ആയിരിക്കും. പിന്നെ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു മെസ്സേജ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു എന്നായിരിക്കും. ഹസ്ബൻഡ് നാട്ടിലുണ്ടോ എന്ന് തിരക്കും. നോക്കണേ, നാട്ടിലാണോ ജോലി ചെയ്യുന്നതെന്ന് തിരക്കും. നാട്ടിലല്ല ഗൾഫിലാണെന്ന് പറയുവാണെങ്കിൽ പിന്നെ അപ്പോഴൊന്നും മെസ്സേജ് വരാൻ ചാൻസ് ഇല്ല. കൂടുതലും രാത്രികളിലാണ് അങ്ങനെയുള്ളവർ പിന്നെ മെസ്സേജ് അയക്കാറ്. രാത്രികളിൽ ഹസ്ബൻഡ് ഗൾഫിലായ പെൺകുട്ടികൾക്ക് കൂടുതലും രാത്രികളിലായിരിക്കും മെസ്സേജ് വരാറ്. രാത്രി മെസ്സേജ് അയക്കുമ്പോഴാണല്ലോ അവർക്ക് അവരുടെ ഉദ്ദേശം നടത്താൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഹസ്ബൻഡ് ഗൾഫിലായ പെൺകുട്ടികൾക്ക് ഇതുപോലെ മെസ്സേജ് വരാറുണ്ട്, എനിക്കറിയാം. എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവ് ഗൾഫിലൊന്നും അല്ല കേട്ടോ. ഇനിയിപ്പം എല്ലാവരും കൂടെ എൻ്റെ വണ്ടയ്ക്ക് പൊങ്കാലിടണം. ഞാനാണ്, എൻ്റെ ഭർത്താവ് ഗൾഫിലാണ്, അങ്ങനെയൊന്നും പൊങ്കാലിടണ്ട. അങ്ങനെ പേഴ്സണലി അറിയാവുന്നവർ പറഞ്ഞ കാര്യമാണ്. അഥവാ ഗൾഫിലല്ല, പുള്ളി നാട്ടിലുണ്ട്, നമ്മുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? നമുക്ക് മെസ്സേജ് അയക്കുന്ന ടൈമിൽ ഹസ്ബൻഡ് എവിടെ, വീട്ടിലുണ്ടോ? അതെ, വീട്ടിൽ ഇല്ല എന്ന് പറയണമെങ്കിൽ അവരുടെ ഉദ്ദേശം പിന്നെ മെസ്സേജ് അയക്കാം. അഥവാ ഉണ്ട് എന്ന് പറയണം, പുള്ളി ഇവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. ഹസ്ബൻഡിൻ്റെ അടുത്താണോ ഇരിക്കുന്നത്? ഹസ്ബൻഡ് പുറത്താണോ ഇരിക്കുന്നത്? എവിടെ ഇപ്പോൾ ഇരിക്കുന്നത്? റൂമിലാണോ? എല്ലാവരും എന്ത് ചെയ്യുന്നു? എല്ലാവരും ഉള്ളിടത്താണോ ഇരിക്കുന്നത്? അല്ല, ഞാൻ ചോദിക്കുക, ഇപ്പോൾ എല്ലാവരും ഉള്ളിടത്തായിക്കോട്ടെ, ഹസ്ബൻഡിൻ്റെ അടുത്തായിക്കോട്ടെ, അങ്ങനെ ഇരുന്നാലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ എന്തുവാ ഇത്ര തടസ്സം? ഹസ്ബൻഡ് ഇരിക്കുമ്പോൾ എന്തോ മെസ്സേജ് അയച്ചൂടെ? അപ്പോൾ നിങ്ങൾ അപ്പോഴേ മനസ്സിലാക്കിക്കോ, ഹസ്ബൻഡ് ഇല്ലാത്ത ടൈമിൽ, ഹസ്ബൻഡും വീട്ടുകാരും ഇല്ലാത്ത സമയത്ത് പറയേണ്ട എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അയാൾ ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനത്തെ പല മെസ്സേജും ബോയ്സിൻ്റെ ഭാഗത്തു നിന്ന്, അതും ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നായിരിക്കില്ല, ഫുള്ളും ഒരു 90% ഫേക്ക് ഐ ഡിയിൽ നിന്നായിരിക്കും വരുന്നത്. ഫേക്ക് ഐ ഡി ആയിരിക്കും, പക്കാ ഫേക്ക് ഐ ഡി ആയിരിക്കും. നമ്മളിതൊക്കെ കേട്ട് വിശ്വസിച്ച് നമ്മുടെ ഭർത്താവിനെയൊക്കെ ചതിച്ച് അവരുമായിട്ട് നമ്മൾ ഭർത്താവ് തരാത്ത ആനുകൂല്യങ്ങളും ഭർത്താവ് തരാത്ത സ്നേഹവും കരുതലുകളും നമ്മൾ ആ അക്കൗണ്ടിൽ നിന്നും കിട്ടുമ്പോൾ നമ്മൾ അതിലേക്ക് ചായാൻ തുടങ്ങും. അങ്ങനെ ആയിരിക്കും പല ന്യൂസുകളിലും പീഡിപ്പിച്ചു, അതാണ് അങ്ങോട്ട് വിളിച്ച് പീഡിപ്പിച്ചു, ഇങ്ങോട്ട് വിളിച്ച് പീഡിപ്പിച്ചു, ഇറങ്ങിപ്പോയി, അങ്ങോട്ട് ഇറങ്ങിപ്പോയി, കല്യാണം കഴിച്ച സ്ത്രീ ഇറങ്ങിപ്പോയി, മക്കളെ കളഞ്ഞിട്ട് പോയി, കൊന്നിട്ട് പോയി, അങ്ങനെ പല സ്റ്റോറികളും. എന്തിനാണ്? അവർക്ക് വെറും ടൈം പാസ് മാത്രമാണ്. എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നത് ആ പാർട്ട്ണർ തന്നെയായിരിക്കും. അവർക്ക് ആ സുഖത്തിന് വേണ്ടി മാത്രമായിരിക്കും അവർ ആ ഒരു മെസ്സേജുകൾ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടായിരിക്കുന്നത്. പിന്നീട് അവർ ആ കാര്യം കഴിഞ്ഞ് പിന്നെ ഉപേക്ഷിക്കും. പിന്നെ നമുക്ക് ഭർത്താവും ഉണ്ടാവില്ല, കുട്ടികളും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല.
അങ്ങനെ ഇതാണ് പല ടൈപ്പ് ഓഫ് ബോയ്സ്. ബോയ്സ് എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ബോയ്സ് ഒന്നും ആയിരിക്കത്തില്ല, കിളവന്മാരായിരിക്കും, ഗ്രാൻഡ് ഫാദേഴ്സ്. ഇപ്പോഴേ സത്യം പറഞ്ഞാൽ വയസ്സായവർക്കാണ് ഇത്രയും കുഴപ്പം കൂടുതൽ. ടി വിയിലൊക്കെ ന്യൂസ് കണ്ടിട്ടില്ലേ, നഗ്നതാ പ്രദർശനം. കൂടുതലല്ല, 3/4 പേര് നമ്മുടെ അച്ഛൻ്റെയും മാമൻ്റെയും ഒക്കെ പ്രായമുള്ളവരാണ്. ഏതെങ്കിലും കൊച്ചു പയ്യന്മാരിങ്ങനെ നഗ്നതാ പ്രദർശനം അത് ഇത് എന്ന് പറഞ്ഞിട്ട് കൂടുതലും പേരെ കാണുന്നുണ്ടോ? 1-2 പേരൊക്കെ കാണുമായിരിക്കും, കൂടുതലും കാണുന്നുണ്ടോ അല്ലേ? ഇനിയിപ്പോൾ പെൺകുട്ടികളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. പെൺകുട്ടികളെ കുറിച്ചിട്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സഹോദരന്മാരായിരിക്കാം, അവർക്ക് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിൽ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണ്, ആ ആൺകുട്ടി റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ മാരേജ് ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞിട്ടും ചിലർ മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ടാണ്, അവൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന കുഴപ്പമില്ല. അതവൻ എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ കൂടെ പഠിച്ചതാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്, നോ പ്രോബ്ലം. അറിയാത്തൊരു ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിലും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കയറിപ്പോയി മെസ്സേജ് അയച്ച് അവരുടെ ഭാര്യയെക്കാളും വലിയ പ്രയോറിറ്റി എനിക്കാണെന്ന രീതിയിൽ വിശ്വാസം കയ്യിലെടുത്ത് അവരുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ടാക്കി അവരുടെ 2 പേരെ 2 തലത്തിലെത്തിക്കും. അതുവരെ ആ ചേട്ടൻ്റെ ഫാമിലിയിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഫാമിലി ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്ന ഫാമിലിയിൽ ഇങ്ങനൊരു പെൺകുട്ടി ഒരു മെസ്സേജിലൂടെ പോയിട്ട് ഭാര്യ തരാത്ത സ്നേഹം, ഭാര്യ തരാത്ത കരുതൽ എല്ലാം കൊടുത്ത് അവരുടെ ലൈഫ് അത്രയും നാൾ ഒരു പ്രശ്നമില്ലാതിരുന്ന ലൈഫ് 2ആക്കി തിരിച്ച് കോഞ്ഞാട്ടാക്കി ഇട്ടു. ഇപ്പം ആണിൻ്റെയോ പെണ്ണിൻ്റെയോ ഇല്ല, ഒരു പ്രശ്നമില്ല. അങ്ങനെയുള്ള ആണുങ്ങൾ ഉണ്ടായിക്കോട്ടെ, അങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഉണ്ടായിക്കോട്ടെ, നമ്മൾ ചിന്തിച്ചാൽ പോരെ? അല്ല, നമ്മൾ ചിന്തിച്ചാൽ പോരെ? നമുക്ക് ഈ കാണുന്ന ഇതൊക്കെ ടെമ്പററി ആയിട്ടായിരിക്കും. ഈ സുഹൃത്ത് ബന്ധവും ഈ സഹായവും ഒക്കെ ടെമ്പററി ആയിട്ടിരിക്കും. എന്നും നമുക്കുള്ളത് നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ്, കുട്ടികൾ, ഇതായിരിക്കും നമുക്ക് എന്നും ഉണ്ടാകുന്നത്. 100% ഉറപ്പാണ്. ആണായാലും പെണ്ണായാലും സോഷ്യൽ മീഡിയ വഴി ഉള്ള ഇങ്ങനത്തെ ബന്ധങ്ങളൊന്നും, അല്ലാത്ത ബന്ധങ്ങളും പറ്റില്ല, ഉതകത്തില്ല. കല്യാണം കഴിച്ചിട്ട് ഉള്ള ഒരു ബന്ധവും നിങ്ങൾക്ക് ലൈഫ് ലോങ് ഉതകുന്ന ഒരു ചരിത്രവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. ഓക്കെ, ഞാൻ ഇനി മുതൽ കാണുവാണെങ്കിൽ, ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ആരെങ്കിലും അതുപോലെ ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെ പറയുക, ഐ എഗ്രി. പക്ഷേ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ആരും ഇതുപോലെ അങ്ങനെ ജീവിച്ചവരാരും 100% പേരും ലൈഫ് ലോങ് അവരുടെ കൂടെ ഉണ്ടായിട്ടില്ല. കുറച്ച് നാളത്തേക്ക് ആ സുഖം കഴിയുമ്പോൾ തന്നെ അവരവരുടെ പാട് നോക്കി പോകും. 100% ഉറപ്പാണ്. പിന്നെ കുറേ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, എന്തിനാണ് ഫേക്ക് ഐഡിയ ഒക്കെ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് മെസ്സേജ്? സോ എനിക്കും കുറേ മെസ്സേജ് വരാറുണ്ട്. ഞാൻ ഭയങ്കര അതിസുന്ദരിയായിട്ടൊന്നുമല്ല, അവർക്ക് ഏതെങ്കിലും ഒരു പെണ്ണെ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറുക്കനെ മതി. അവരുടെ കുറച്ച് നേരത്തെ സമാധാനത്തിന് വേണ്ടി അവർ ലൈഫ് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, ഫിനിഷ്. അല്ല, നമുക്ക് എന്നും ഉതകുന്നത് മാത്രം പോരെ. എന്തിനാണ് വെറുതെ പുതിയൊരു ബന്ധത്തിലേക്ക്? അല്ല, നിങ്ങൾക്ക് അങ്ങനെ പുതിയ ബന്ധത്തിലേക്ക് പോകണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കരുതോ. എന്തിനാണ് കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ ഒരു കുഞ്ഞിനെയൊക്കെ പ്രസവിച്ച് അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് ആ കുഞ്ഞുങ്ങളെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ? എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. പിന്നെ ഇതിൽ ചിലർക്ക് ചൊറിയും, അതുകൊണ്ടാണല്ലോ. ഇതുപോലെ കല്യാണം കഴിച്ചിട്ട് പേഴ്സണലി അവർക്ക് കല്യാണം കഴിച്ചിട്ട് ഒരു ബോണ്ടും ഇല്ല, അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് സെറ്റ് ആവുന്നില്ല, അവരുടെ വീടും അവരുടെ സ്വഭാവങ്ങൾ തമ്മിൽ സെറ്റ് ആകാതെ ഡിവോഴ്സായി വേറെ കല്യാണം കഴിച്ചവർ, അവരെല്ലാം ഞാൻ കുറ്റം പറയുന്നത്. സോഷ്യൽ മീഡിയ വഴിയിട്ട് പല ബന്ധങ്ങളും നമ്മുടെ ജീവിതം, എൻ്റെ പേഴ്സണലി സോഷ്യൽ മീഡിയ വന്നിട്ട് ഒരുപാട് പേരുടെ ലൈഫ് സ്പോയിലായി പോയിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഥവാ നമുക്കിങ്ങനെ ഒരുപാട് മെസ്സേജ് വരും. ഇപ്പോൾ എനിക്ക് മെസ്സേജ് വന്നതെന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും പോയി മെസ്സേജ് അയക്കുവാണ് ചെയ്യുന്നത്? ഒരിക്കലും ഇല്ല. അപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പോയി മെസ്സേജ് അവരുടെ കരുതലും സ്നേഹവും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുവാണ് ഞാൻ. എൻ്റെ ഭർത്താവിനറിയാം എനിക്ക് മെസ്സേജ് വരുന്നു, എൻ്റെ ഭർത്താവ് എത്ര ഞാൻ എൻ്റെ ഫോൺ ചെക്ക് ചെയ്യുന്നു. സോ നിങ്ങളുടെ പറയാനുള്ളത് ഏറ്റവും ടെമ്പററി ആയിട്ടുള്ള കാര്യമാണ് ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള ലവ്. ടെമ്പററി ആയിട്ടുള്ള കാര്യമാണ്. ഭർത്താവിനെ ലവ് ചെയ്യുന്നതല്ല, പുറത്തുള്ളവരെ ലവ് ചെയ്യുന്നത് ടെമ്പററി ആയിട്ടുള്ള കാര്യമാണ്. പെർമനൻ്റ് ആയിട്ടുള്ള കാര്യം ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് തന്നെയാണ്. അതിൻ്റെ ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് കുറേ പെണ്ണുങ്ങളും ആണുങ്ങളും വരും. സോ നമ്മളായിട്ട് നമ്മളെ നിയന്ത്രിച്ചാൽ, അല്ലെങ്കിൽ നമ്മളായിട്ട് ഇത് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടായാൽ നമുക്കുള്ള കാര്യം നമ്മളൊന്നും വിശ്വസിക്കരുത്. അതായത് നമ്മളത് പല രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കും. നമ്മളൊന്നും വിശ്വസിക്കാൻ പാടില്ല. നമുക്കവരെ പേഴ്സണലായിട്ട് അറിയില്ലല്ലോ. നമുക്ക് പുറത്ത് പോകുമ്പോഴത്തേക്കും കാണുന്ന ചേട്ടനല്ല, പുറത്ത് പോകുമ്പോൾ കാണുന്ന ചേച്ചിയല്ല, പുറത്ത് കാണുന്ന ആളല്ല, നമ്മൾ എന്നും കാണുന്ന വ്യക്തിയല്ല. ഒരു സുപ്രഭാതത്തിൽ ഒരു ഹായ് അയക്കുമ്പോൾ തിരിച്ച്
ഹായ് അയച്ച് പരിചയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ അവരുടെ പോയിട്ട് കുറച്ചാൾ കഴിയുമ്പോൾ അസുഖം കഴിഞ്ഞിട്ട് അടുത്ത പോയില്ലാന്ന് എന്താ ഉറപ്പ്? പുതിയത് കിട്ടുമ്പോൾ പോയില്ലാന്ന് എന്താ ഉറപ്പ്? ഒരു ഉറപ്പില്ല. സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഡോണ്ട് ട്രസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ഒരുപാട് വീഡിയോസ് ആയിട്ട് വരാൻ ആഗ്രഹമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റൂ. ഇത്രയേ ഉള്ളൂ. ബൈ.